പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ സാബത്തിലെ ബലിയർപ്പണത്തിന് ശേഷമാണ് നമ്മൾ ആയിരിക്കുന്നതെന്ന് അച്ഛനെ അറിയാം. ഇന്ന് പ്രത്യേകമായിട്ട് ഇന്ന് തിരുഹൃദയ മാസത്തിന്റെ അവസാനത്തെ ദിവസമാണ്. അതുപോലെ തന്നെ നാളെ നമുക്കൊരു പുതിയ മാസം ആരംഭിക്കുകയാണ്. അപ്പൊ ഇന്ന് ഞങ്ങളുടെ ഈ ജൂൺ മാസത്തിലെ തിരുഹൃദയത്തിന്റെ എല്ലാ അഭിഷേകങ്ങൾക്കും നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് അറിയാം. നാളെ ഒരു പുത്തൻ അഭിഷേകത്തോടു കൂടി നമുക്ക് വരുന്ന 13 ദിവസം, നമുക്കറിയാലോ ജൂലൈ 13-ാം തീയതി പരിശുദ്ധ റോസ മിസ്റ്റിക്ക മാതാവിന്റെ തിരുനാളാണല്ലോ. അപ്പോൾ അതിനൊരുക്കമായിട്ട് 13 ദിവസങ്ങളിൽ നന്നായി ബലിയർപ്പിച്ച് പരിശുദ്ധാമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഈ ദിവസങ്ങൾ പ്രത്യേകം നിയോഗം വെച്ചിട്ടുള്ള നിയോഗത്തെ കർത്താവ് അനുഗ്രഹിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ തന്നെ വളരെ പ്രത്യേകമായൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, നമുക്ക് വരുന്ന ഈ മാസത്തെ 17-ാം തീയതി, ജൂലൈ മാസം 17-ാം തീയതിയാണ് നമ്മുടെ താമസമുള്ള ധ്യാനം. 17 ദിവസം നമ്മൾ അതിനുവേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിച്ചൊരുങ്ങുന്നുണ്ട് എന്നൊരു സന്ദേശം നിങ്ങളെ അറിയിക്കുകയാണ് കേട്ടോ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് അത് സങ്കീർത്തന പുസ്തകം 24:1 വചനം വെളിപ്പെടുന്നത് ഇങ്ങനെയാണ്: ഭൂമിയും അതിലെ സമസ്ത വസ്തുക്കളും ഭൂതലവും അതിലെ നിവാസികളും കർത്താവിൻ്റെതാണ്. എന്താണ് പറയണത്? ഭൂമി, അതിലെ സമസ്ത വസ്തുക്കൾ എല്ലാം, എവരിത്തിങ്. ഈ പറയാണ് ഭൂതലവും അതിലെ നിവാസികളും കർത്താവിൻ്റെതാണ്. അപ്പൊ നോക്കിയേ, ഇവിടെ യാത്ര ചെയ്യുന്ന വാഹനങ്ങള്, ജനങ്ങള് എല്ലാം കർത്താവിൻ്റെതാണ്. പ്രിയ സഹോദരങ്ങളെ, അപ്പോ ഇത്രമാത്രം സമ്പന്നനാണ് എൻ്റെ ദൈവം. അപ്പോൾ നമ്മളൊരു ചെറിയൊരു പ്രതികൂലത്തില് നമ്മൾ നഷ്ടരാകരുത്. എൻ്റെ കർത്താവ് ഈ വചനം ആവർത്തിച്ച് പറയണം. വലിയ ദുഃഖത്തിലും പ്രയാസത്തിലൊക്കെ ആയിരിക്കുന്നവര് ഈ വചനം ആവർത്തിച്ച് പറയുക: ഭൂമിയും അതിലെ സമസ്തവും അതിലെ സമസ്ത വസ്തുക്കളും ഭൂതലവും അതിലെ നിവാസികളും കർത്താവിൻ്റെതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു ബോധ്യം കിട്ടിയപ്പോൾ, മറ്റേത് ഞാനിങ്ങനെ റോഡിലൊക്കെ ആൾക്കാർ അയ്യേ വചനം പറയുന്നത് കാണുമല്ലോ എന്ന് വിചാരിച്ചൊക്കെ ചിലപ്പോൾ എനിക്കൊരു മടിയുണ്ടായിരുന്നു. പിന്നെ ശരിക്കും അർത്ഥം ഞാൻ പറയും, അവർ നോക്കിക്കോട്ടെ, ഞാൻ അതില് ലജ്ജിക്കേണ്ട കാര്യമുണ്ട്. ഞാൻ വചനം പറയാൻ ലജ്ജിക്കുമ്പോഴാണ് ശരിക്ക് ദൈവസന്നിധിയിൽ കുറ്റക്കാരനാകുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിലിപ്പോൾ ആൾക്കാരൊക്കെ നോക്കി അവിടേക്ക് ഇവിടേക്ക് നോക്കണതേ, അതിലൊക്കെ ആൾക്കാർ പോകുന്നുണ്ട്. അപ്പൊ അവർക്ക് നോക്കി ഒന്ന് പുഞ്ചിരിക്കുന്നതാണ്. ഹല്ലേലൂയ. അപ്പൊ ഈ ഒരു അഭിഷേകം ഭൂമിയും അതിലെ സമസ്ത വസ്തുക്കളും ഭൂതലവും അതിലെ നിവാസികളും കർത്താവിൻ്റെതാണ്. ഈ അഭിഷേകം നിങ്ങളിൽ നിറയട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.